റിയൽ വേഴ്സസ് റിയാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയ്ക്ക് അടിപൊളിയൊന്നുമില്ല. വെറുതെ ഇൻസ്റ്റയിൽ കാണുന്ന ആ ഷോ മാത്രമുള്ളൂ. ഒരു പ്രത്യേകിച്ച് ഇതിലൊരു എക്സൈറ്റഡ് ആവാനുള്ള ഒരു കാര്യമൊന്നുമില്ല. പക്ഷെ വിദേശികൾക്ക് ഇതൊക്കെ ഭയങ്കര താല്പര്യമാണ്. അതാണ് അവർ മാർക്കറ്റ് ചെയ്യണത്. ഈ ഒറ്റൊരു റെയിൽ പാളം കാരണം എത്ര കുടുംബങ്ങളെ ഇവിടെ ജീവിച്ചു പോണേന്ന് നിങ്ങളൊന്ന് ഓർക്കണം. എല്ലാവർക്കും നമസ്കാരം, നിഫിൻ വ്ലോഗ്സ് ആണ്. ഞാനിപ്പോൾ എവിടെ നിൽക്കണേന്ന് നിങ്ങൾക്ക് മനസ്സിലായിണ്ടാവും. ഒട്ടുമിക്ക എല്ലാവർക്കും മനസ്സിലായിണ്ടാവും ഇത് ഏതാ സ്ഥലമാണ്. അതെ, വിയറ്റ്നാമിലെ ഹനോയിലെ ട്രെയിൻ സ്ട്രീറ്റിലാണ് ഞാനിപ്പോൾ ഉള്ളത്. എന്ത് രസത്തിലാണല്ലോ ഇവര് ട്രെയിൻ സ്ട്രീറ്റ് എല്ലാം പണിത് വെച്ചേക്കണേ. എന്ത് ഭംഗിയാ. ഇവിടെ അപ്പുറം ഇപ്പുറം കോഫി ഷോപ്പ് ഉള്ള കാരണമുണ്ട്. അവര് നമ്മുടെ അടുത്ത് കോഫി കുടിക്കാൻ വേണ്ടി ആവശ്യപ്പെടും. ഇവിടെ സൈഡിൽ തൊട്ടടുത്ത ആൾക്കാരൊക്കെയും കോഫിയും കാര്യങ്ങളെല്ലാം കുടിക്കുന്നുണ്ട്. റെയിൽവേ പാളത്തിന്റെ നടുക്ക് കൂടെ ഞാൻ നടക്കണ നോക്കി. നല്ല അടിപൊളിയായിട്ട് ഓർഗനൈസ് ചെയ്ത് വെച്ചേക്കാം കേട്ടോ. നല്ല ഭംഗിയുണ്ട്. ഒരു റെയിൽവേ പാളം എങ്ങനെ ടൂറിസ്റ്റ് സ്പോട്ട് ആക്കണത് ഇവർക്ക് നല്ല രീതിയിൽ അറിയാം. ഇവിടെ കോഫി കാര്യങ്ങളെല്ലാം കുടിക്കാൻ വേണ്ടി നിർബന്ധിക്കുന്നുണ്ട്. ഐ വിൽ കം. എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ സ്ഥലം. വെറുതെ ഒന്ന് നടക്കുക, പോകുന്ന വഴി ഇവിടെ ഫാനുകളും കാര്യങ്ങളെല്ലാം വെച്ചിട്ടുണ്ട് ഇവർക്ക് കാറ്റ് കിട്ടാൻ വേണ്ടി. ഇവിടെ നമുക്ക് ഡ്രോൺ പറത്താൻ പറ്റില്ല, കാരണം ഇവിടെ എയർക്രാഫ്റ്റ് ഏരിയ ആയതുകൊണ്ട് ഡ്രോൺ തനിയെ തന്നെ ലാൻഡായി. ഒരു റെയിൽവേ പാളം എങ്ങനെ ടൂറിസം ആക്കാന്നുള്ള എക്സാമ്പിൾ ആണ് കാണിക്കുന്നത്. ഇപ്പോൾ 4:10 ഇവിടെ ട്രെയിൻ വരുന്നത്. ട്രെയിൻ വരാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഇഷ്ടം പോലെ ആൾക്കാരാണ് ഇവിടെ ട്രെയിൻ കാത്തു നിൽക്കുന്നത് വീഡിയോ എടുക്കാൻ വേണ്ടി. ഇവിടെ ആൾക്കാർ കോഫി കുടിപ്പിക്കാനുള്ള തിരക്കിലും കുറെ പേര് കുടിക്കാനുള്ള തിരക്കിലാണ് നിൽക്കുന്നത്. ട്രെയിനൊക്കെ വരാറായി. ആ സമയമായപ്പോഴേക്കും എല്ലാവരും ടേബിൾ എല്ലാം സൈഡിലേക്കൊക്കെ വെച്ച് തുടങ്ങി. ചെറുതായിട്ട് മഴയൊക്കെ തുളുമ്പുന്നുണ്ട്. ഫോട്ടോ എടുക്കാവുന്ന ഒരു തലയിൽ ഇത് വെച്ചിട്ടിരിക്കണേ. നമ്മുടെ നാട്ടിൽ മാത്രമല്ല, ഇവിടെയും ട്രെയിനും ലേറ്റാ. 4:10 വരുന്ന ട്രെയിൻ 4:17 പോലും വന്നിട്ടില്ല. കാപ്പിയും ബീറും കുടിച്ചിരുന്ന ടീമുകളാ മഴ കൊണ്ടിരിക്കണ. 4:10 വരേണ്ട ട്രെയിൻ 4:30 പോലും വന്നിട്ടില്ല. വന്നവരെല്ലാരും പോവാണ്ടോ, അടിപൊളി. പിന്നെ മഴ കൊണ്ട് കുറെ പേര് നിൽക്കുന്നുണ്ട്. എന്ത് പറയാനാ, കോമഡിയാണ് എല്ലാ കാര്യം. അങ്ങനെ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ ട്രെയിൻ എത്തിയിരിക്കുകയാണ്. അടിപൊളി. ഇവിടെ ആൾക്കാര് ബീറൊക്കെ കുടിച്ചിട്ട് ഇത് അവിടെ ട്രെയിനിന്റെ അവിടെ വയ്ക്കും, രണ്ടെടുത്തുകൊണ്ടു. ആള് ഇന്ത്യയിലേക്ക് വരാന്ന് പറഞ്ഞ ബൈ. ട്രെയിൻ പോയിപ്പോ ഇവിടെ എല്ലാം സെറ്റ് ചെയ്ത് കാര്യങ്ങളെല്ലാം വെച്ചിട്ടുണ്ട്. റിയൽ വേഴ്സസ് റിയാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയ്ക്ക് അടിപൊളിയൊന്നുമില്ല. വെറുതെ ഇൻസ്റ്റയിൽ കാണുന്ന ആ ഷോ മാത്രമുള്ളൂ. ഒരു പ്രത്യേകിച്ച് ഇതിലൊരു എക്സൈറ്റഡ് ആവാനുള്ള ഒരു കാര്യമൊന്നുമില്ല. പക്ഷെ വിദേശികൾക്ക് ഇതൊക്കെ ഭയങ്കര താല്പര്യമാണ്. അതാണ് അവർ മാർക്കറ്റ് ചെയ്യണത്. ഈ ഒറ്റൊരു റെയിൽ പാളം കാരണം എത്ര കുടുംബങ്ങളെ ഇവിടെ ജീവിച്ചു പോണേന്ന് നിങ്ങളൊന്ന് ഓർക്കണം. ഞാനൊരു പുള്ളീനെ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു, നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടോ. ആള് നെതർലൻഡ്സുകാരനാണ്. ആളിങ്ങനെ ഓരോ നാട്ടിൽ പോയിട്ട് ഓൺലൈനിൽ ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ആളുടെ ജോലി മൊത്തം ഓൺലൈനിലാണ്. ഞാൻ പറഞ്ഞു ഇന്ത്യയിലേക്ക് വന്നൂടെ. അപ്പൊ ആള് പറഞ്ഞു എനിക്ക് ഇന്ത്യയിലേക്ക് വരാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ സ്ട്രീറ്റ് ഫുഡിന്റെ വീഡിയോസ് ഒക്കെ കണ്ടിട്ട് ആളാകെ ഷോക്കായിട്ടിരിക്കുകയെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു അത് നോർത്ത് ഇന്ത്യയിലാണ്, കേരളത്തിൽ അങ്ങനെയില്ല. ഞാൻ പറഞ്ഞു മനസ്സിലാക്കി, ഇന്ത്യ ഒരു വലിയ രാജ്യമാണ്. നോർത്ത് ഇന്ത്യയിൽ അങ്ങനെയൊക്കെ സംഭവിക്കും, കേരളത്തിൽ അങ്ങനെയൊന്നും സംഭവിക്കില്ല. ഈ നോർത്ത് ഇന്ത്യക്കാർ ചെയ്യണ ഓരോ പ്രവൃത്തി കാരണമുണ്ട് ഓൾ ഇന്ത്യക്കാണ് ഇതൊക്കെ ബുദ്ധിമുട്ടുണ്ടാവണേ. എനിക്കൊരു കാര്യം പറയാനുള്ളത്, കേരളത്തിന്റെ ടൂറിസം സോഷ്യൽ മീഡിയയിൽ നന്നായി തന്നെ മാർക്കറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഒരു കാര്യമില്ല. കേരളത്തിൽ ആൾക്കാർ വരാൻ താല്പര്യപ്പെടുന്നുണ്ട്. ഇന്ന് ഞാൻ US ഒരാളെ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. ആള് കേരളത്തിൽ വന്നിട്ടുണ്ടായിരുന്നു. ആള് 2 തവണയാണ് കേരളത്തിൽ വന്നിരുന്നത്. ആൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേരളം എന്ന് പറഞ്ഞത്. ഇന്ത്യ എന്ന് പറഞ്ഞപ്പോൾ ഡേർട്ടിയസ്റ്റ് കൺട്രി എന്നാണ് എല്ലാവരും പറഞ്ഞത്. പക്ഷെ കേരളത്തിൽ വന്നു കഴിഞ്ഞാൽ അങ്ങനെയൊന്നും അല്ല എന്നാണ് പുള്ളിൻ്റെ അടുത്ത് പറഞ്ഞത്. കേരളം വേറൊരു രാജ്യമായിട്ടാണ് പുള്ളി പറയണേ. ട്രെയിൻ സ്ട്രീറ്റ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമ്മുടെ നാട്ടിൽ മാത്രമല്ല ട്രെയിൻ ലേറ്റ് ആവണേ, ഇവിടെയും ട്രെയിൻ ലേറ്റ് ആവും. എന്ത് ലേറ്റ് ആയിരുന്നു, കുറെ പേര് എഴുന്നേറ്റ് പോയി, അവരുടെ പൈസക്കും പോയി. കാരണം ഈ ട്രെയിൻ പോകാൻ വേണ്ടി കാത്തിരിക്കും, കോഫിക്കും വാങ്ങിക്കും, അവരുടെ പൈസക്കും പോയി. എനിക്ക് പ്രത്യേകിച്ച് എക്സൈറ്റിംഗ് ആയിട്ട് തോന്നിയിട്ടില്ല. പക്ഷെ ഈ റെയിൽ പാളം കാരണം എത്ര കുടുംബങ്ങളാണെന്ന് അറിയാം ഇവിടെ ജീവിക്കണം. നമ്മുടെ നാട്ടിലും ട്രെയിനുണ്ട്, റെയിൽ പാളുണ്ട്. ഇങ്ങനെ ഒന്ന് മാർക്കറ്റ് ചെയ്യാൻ ശ്രമിച്ചാൽ നല്ലതായിരിക്കുമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ഈ ചാലക്കുടിക്കാരുടെ വക ബൈ.